BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് KMCC ബഹ്റൈൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ് സംഗമം ശ്രദ്ധേയമായി. ഇമ്പമാർന്ന മാപ്പിളപ്പാട്ട്, മുട്ടിപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളോടെ നടത്തിയ സംഗമത്തിൽ വെച്ച് SLC+2 വിജയികളെ മെമന്റോ നൽകി ആദരിച്ചു. ജില്ലാ കമ്മിറ്റി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കൈത്താങ്ങായ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹി ഷാഫി പാറക്കട്ട, ഹ്രസ്വ സന്ദർശനാർത്ഥം ബഹ്റൈനിലെത്തിയ അബ്ദുൾ റഷീദ് ഹാജി, സമയോചിതമായ ഇടപെടൽ കൊണ്ട് ധീരതയോടെ സഹയാത്രികരായ കുട്ടികളെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അദ്നാൻ, നിസാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഇർഷാദ് തനട സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് മഹ്മൂദ് പെരിങ്ങത്തൂർ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് KMCC ബഹ്റൈൻ ആസ്ഥാന ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ ജില്ലാ കമ്മിറ്റി ലേഡീസ് വിംഗിന്റെ അച്ചടക്കത്തോടെയുള്ള വോളണ്ടിയർ സേവനം പ്രശംസനീയമായി. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് AP ഫൈസൽ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ സംസ്ഥാന നേതാക്കളായ KP മുസ്തഫ, നിസാർ ഉസ്മാൻ തുടങ്ങിയവരും ജില്ലാ ഭാരവാഹികളായ ലത്തീഫ് ചെറുകുന്ന്, ഷഹീർ കാട്ടാമ്പള്ളി, സിദ്ദിഖ് ആദലിയ, ഫൈസൽ വട്ടപ്പൊയിൽ, ഇസ്മയിൽ വാട്ടിയേറ, ഹത്താഫ് പൂമംഗലം, നാസർ മുല്ലല്ലി, സഹീർ ശിവപുരം, സഹീദ് കല്യാശ്ശേരി, റിയാസ് ചുഴലി, ജബാർ മാട്ടുൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഫൈസൽ ഇസ്മയിൽ ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. ഭർത്താവിനൊപ്പം ഹജ്ജിനു പോയ വീട്ടമ്മ മക്കയിൽ നിര്യാതയായി. കുറ്റിപ്പാല സ്വദേശി കാളിയേക്കൽ സൈദലവി ഹാജിയുടെ ഭാര്യ സൈനബ ഹജുമയാണ് മരിച്ചത്. സർക്കാർ ഹജ്ജ് ഗ്രൂപ്പിലെത്തിയ സൈനബ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കിയിരുന്നു. പിതാവ് അടാട്ടിൽ മൂസ ഹാജി, മാതാവ് പാത്തുമ്മ ഹജുമ, മക്കൾ സൽമാൻ, ഷഹീർ, സൽമ, സുമയ്യ, മരുമക്കൾ റഫീഖ്, മുഹമ്മദ് അലി, സഹോദരങ്ങൾ നാസർ, മുജീബ് അടാട്ടിൽ, സുബൈദ, ഷരീഫ. ഖബറടക്കം മക്കയിൽ നടന്നു. അൽ മന്നായി സെന്റർ ഒരുക്കിയ ഈദ് ഫെസ്റ്റ് സിഞ്ചൽ ഇത്തിഹാദ് സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ ആഘോഷമായി നടന്നു. ഫുട്ബോൾ, ഷൂട്ടൌട്ട്, ഓട്ടം, നടത്തം എന്നിങ്ങനെ വിവിധ മത്സരങ്ങളിൽ നിരവധി പേർ മാറ്റുരച്ചു. 8 ടീമുകൾ പങ്കെടുത്ത കാൽപന്ത് കളിയിൽ ഹിദ് ചാമ്പ്യന്മാരായി. 45 പേരിലധികം പങ്കെടുത്ത ഷൂട്ടൌട്ട് മത്സരത്തിൽ ഹംസ മേത്ത് എല്ലാ റൗണ്ടിലും മുന്നിലെത്തി മെഡൽ കരസ്ഥമാക്കിയ ആവേശകരമായ വടംവലി മത്സരത്തിൽ മുഹറക്, ഹൂറ, മനാമ, ഹിദ്, ഈസ ടൗൺ, റഫ, ഉമ്മുൽ ഹസം എന്നിവിടങ്ങളിൽ നിന്നുള്ള ടീമുകൾ മാറ്റുരച്ചതിൽ മുഹറക്, ഉമ്മുൽ ഹസം, മനാമ എന്നിവർ ജേതാക്കളായി. സ്ത്രീകൾക്ക് ഇൻഡോർ മത്സരങ്ങളും കുട്ടികൾക്കും മുതിർന്നവർക്കും ഔട്ട്ഡോർ മത്സരങ്ങളുമായിരുന്നു സംഘടിപ്പിച്ചത്. വേൾഡ് മലയാളി ഫെഡറേഷൻ കുട്ടികൾക്കായി അൽഹിലാൽ ഹോസ്പിറ്റൽ ഹാളിൽ ചിത്രരചനാ മത്സരം നടത്തി. 100ഓളം കുട്ടികൾ പങ്കെടുത്തു. ഇന്റർനാഷണൽ 3D ആർട്ടിസ്റ്റ് ജിൻസി ബാബു, ലിനേഷ് അഗസ്റ്റിൻ എന്നിവർ വിധികർത്താക്കളായിരുന്നു. വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റൈൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷേർലി മാത്യു, ഉഷ ഗോപാൽ, സനില സുമേഷ്, ശീതൾ ജിയോ, സജിനി എന്നിവർ പ്രോഗ്രാം കൺവീനർമാരായിരുന്നു. മിഡിൽ ഈസ്റ്റ് പ്രതിനിധികൾ വർഗീസ് പെരുമ്പാവൂർ, ട്രഷറർ മുഹമ്മദ് സാലി, സുമേഷ്, ഫാദർ എൽദോസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ജോബി ജോസ്, സാനുക്കുട്ടൻ, ജേക്കബ് തേക്കുന്തോട്, ബാബ കുളങ്ങര, പ്രിയ, ഡോക്ടർ ഷബാന, ഫൈസൽ, റത്തിൻ തിലക് എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി. വേൾഡ് മലയാളി ഫെഡറേഷൻ ബഹ്റൈൻ നാഷണൽ കൗൺസിൽ പ്രസിഡന്റ് മിനി മാത്യു, സെക്രട്ടറി അലിൻ ജോഷി എന്നിവർ വിജയികളായ കുട്ടികൾക്ക് ട്രോഫിയും പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. കുവൈറ്റിലെ അഗ്നിദുരന്തത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. ബഹ്റൈൻ OACC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ OACC ഗ്ലോബൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഗ്ലോബൽ ചെയർമാനുമായ രാജു കല്ലുംപുറത്തെ ആദരിച്ചു. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വിജയാഘോഷ പരിപാടിയിൽ വെച്ച് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പൊന്നാട അണിയിച്ചു. രാജു കല്ലുംപുറം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തി. പ്രവാസ ലോകത്തെ പരമാവധി വോട്ടർമാരെ നാട്ടിലെത്തിച്ചു. ഐക്യമുന്നണി സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യിപ്പിക്കാനും അത് വിജയത്തിന്റെ മാറ്റുകൂട്ടാൻ സഹായിച്ചുവെന്നും പ്രവാസി കുടുംബങ്ങളുടെ വോട്ടുകൾ UDF സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി സമാഹരിക്കാൻ സാധിച്ചുവെന്നും അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ അഭിപ്രായപ്പെട്ടു. ഹൃദയാഘാതത്തെ തുടർന്ന് തൃശൂർ പള്ളം റപ്പാൽ പറപ്പൂക്കര സ്വദേശി ബഹ്റൈനിൽ നിര്യാതനായി. ജോബി ഈലൻ ആൻഡ്രു ആണ് നിര്യാതനായത്. സൽമാബാദിൽ ഗ്യാരേജ് നടത്തുകയായിരുന്നു. പിതാവ് ആൻഡ്രു, മാതാവ് അന്നം, ഭാര്യ സെമി. റോയൽ അസ്കോട്ട് കുതിരപ്പന്തയ ഫെസ്റ്റിവലിൽ വിക്ടോറിയസ് ടീമിന് മികച്ച
കല്ലം ഷെപ്പേഡ് ഓടിച്ച ഐൽ ഓഫ് ജുറ എന്ന കുതിര ഒന്നാം സ്ഥാനം നേടി. മാനുഷിക പ്രവർത്തനത്തിനും യുവജനകാര്യത്തിനുമുള്ള ഹമദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വിക്ടോറിയസ് ടീം. ഹമദ് രാജാവിന്റെ പിന്തുണയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ തുടർ നടപടികളുമാണ് വിജയത്തിന് നിദാനമെന്ന് ഷെയ്ഖ് നാസർ പറഞ്ഞു. യുകെയിലെ റോയൽ അസ്കോട്ട് പരിപാടിയിൽ ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയോടൊപ്പം സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സിന്റെ പ്രഥമ ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയും പങ്കെടുത്തു. വിക്ടോറിയസ് ടീമിന്റെ വിജയങ്ങൾ ബഹ്റൈൻ ഇക്വസ്ട്രിയൽ സ്പോർട്സിന്റെ മുന്നേറ്റത്തിന് സഹായകമാണ്. ഈ വിജയം വരാനിരിക്കുന്ന മത്സരങ്ങളിൽ പ്രോത്സാഹനമാണെന്നും ഷെയ്ഖ് നാസർ പറഞ്ഞു. യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന്റെ ഭാഗമായി ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള പ്രാഥമിക ധനസമാഹരണം പൂർത്തിയായി. കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മെഹദിയുടെ കുടുംബം അടങ്ങുന്ന ഗോത്ര വിഭാഗവുമായി ചർച്ച നടത്തുന്നതിന്റെ ഭാഗമായി ചെലവുകൾക്ക് ആവശ്യമുള്ള $40,000 ആക്ഷൻ കൗൺസിൽ ഇതിനകം സമാഹരിച്ചത്. ഇതിൽ ഒന്നാം ഗഡുവായ $20,000 കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ ദിവസം യമനിലേക്ക് കൈമാറിയിരുന്നു. അവശേഷിക്കുന്ന $20,000 യമനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ കർശന നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇതിനായി പ്രത്യേക റിവോൾവിംഗ് ഫണ്ട് രൂപവൽക്കരിച്ചു. നികത്തിയ വയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാൻ നോട്ടീസ് നൽകും. പാലിച്ചില്ലെങ്കിൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രക്രിയ പൂർത്തിയാക്കി ചെലവ് കുറ്റക്കാരിൽ നിന്ന് ഈടാക്കും. നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമത്തിന് വേണ്ടതായ ചട്ടങ്ങൾ കൊണ്ടുവരും. റവന്യൂ റിക്കവറി നിയമം പരിഷ്കരിക്കാനുള്ള നടപടികൾ സർക്കാർ 15 ഭേദഗതികൾ തയ്യാറാക്കി വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂമി തരം മാറ്റൽ പ്രക്രിയ ജൂലൈ 1 മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുമെന്നും വകുപ്പുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചകൾക്കുള്ള മറുപടിയിൽ മന്ത്രി പറഞ്ഞു. +1 സീറ്റിലെ കുറവ് പരിഹരിക്കാൻ വേണ്ട പുതിയ മാച്ചുകൾ അനുവദിക്കാതെ താൽക്കാലികവും അശാസ്ത്രീയവുമായ ചെപ്പടി വിധികളും കണക്കിലെ കളികളും കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ സമീപനം പ്രതിഷേധാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി. ഈ ഉരുണ്ടുകളി കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനാവസരം ഉണ്ടാവുകയില്ല. സ്ഥിര സ്വഭാവത്തിൽ അധിക മാച്ചുകൾ അനുവദിച്ചും ഹൈസ്കൂളുകളിൽ ഹയർ സെക്കൻഡറിയായി അപ്ഗ്രേഡ് ചെയ്തും പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത്. എല്ലാ വർഷവും മലബാറിലെ വിദ്യാർത്ഥികളെ സമരത്തിലേക്ക് തള്ളിയിടുന്നത് സർക്കാർ തന്നെയാണ്. +1 ക്ലാസുകളിൽ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കുട്ടികളെ കുത്തിനിറച്ച് നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. മലബാറിലെ വിദ്യാർത്ഥികൾ ശരിയായ രീതിയിൽ പഠിക്കേണ്ടതില്ല എന്ന ജനവിരുദ്ധ നിലപാട് തുടരുകയാണ് സർക്കാർ ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങൾക്ക് മുൻപാകെ ഉരുണ്ട് കളിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തോട് പ്രതിഷേധത്തോടൊപ്പം സഹതാപവും തോന്നാറുണ്ട്. CPM-ന്റെയോ LDF-ന്റെയോ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവും വിഷയത്തെ സത്യസന്ധമായി അഭിമുഖീകരിക്കാൻ തയ്യാറാകുന്നില്ല. 6 ജില്ലകൾ ഉൾപ്പെടുന്ന മലബാർ മേഖലയിലെ കുട്ടികളും രക്ഷിതാക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിവേചനത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദി സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. ഈ പെരുമഴക്കാലത്ത് മലബാർ വിദ്യാഭ്യാസ വിവേചന പ്രശ്നം കേരളത്തിന്റെ തെരുവിൽ ആളിക്കത്തി നിൽക്കുമ്പോൾ സൗകര്യപൂർവ്വം ഉള്ളിലേക്ക് വലിയുന്ന ഏർപ്പാട് മുഖ്യമന്ത്രി അവസാനിപ്പിക്കണമെന്നും റസാഖ് പാലേരി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.